പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് 15 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. 15 ചോദ്യങ്ങളാണ്. നിങ്ങളെ കൊണ്ട് എത്ര മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യവും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു തന്നെ പോവാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളെ എത്രയായി തരംതിരിക്കുന്നു? ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളെ എത്രയായി തരംതിരിക്കുന്നു എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? ഓപ്ഷൻ എ എഴുതിയവർക്ക് ശരി ഉത്തരം 3 ആണ് കേട്ടോ. അപ്പോൾ ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളെ പ്രധാനമായും 3ആയി തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണവ? ഒന്നെന്ന് പറയുന്നത് ഹിമാലയൻ പർവ്വതനിരകൾ. എന്താണ്? ഹിമാലയൻ പർവ്വതനിരകൾ എന്ന് പറയുന്നുണ്ട്. രണ്ടെന്ന് പറയുന്നത് ഹിമാലയൻ റേഞ്ചസ് എന്ന് പറയുന്നുണ്ട്. മൂന്നെന്ന് പറയുന്നത് പൂർവാചൽ. എന്താണ്? പൂർവാചൽ എന്ന് പറയുന്നുണ്ട്. പൂർവാചൽ അല്ലെങ്കിൽ അതിനെ വടക്ക് കിഴക്കൻ മലനിരകൾ എന്നും പറയുന്നു കേട്ടോ. അപ്പോൾ ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളെ എത്രയായി തരംതിരിക്കുന്നു? 3ആയിട്ടാണ്. ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, പൂർവാചൽ എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ശ്രദ്ധിക്കുക, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഏതാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. പാമീർ ആണ് അല്ലെ. പാമീറിനെയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ലോകത്തിന്റെ മേൽക്കൂര പാമീറിന്റെ ലൊക്കേഷൻ എവിടെയായിട്ട് വരും? ഇതിപ്പോ ഞാനിപ്പോ വരയ്ക്കുന്നത് കാശ്മീരാണ്, നമ്മുടെ ജമ്മു കാശ്മീർ ആണ് എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കാശ്മീർ എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഈ കാശ്മീർ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ കാശ്മീരിന്റെ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ പാമീർ റേഞ്ചസ് ഉള്ളത്. എന്ന് പറയുമ്പോൾ മേലെ തന്നെയാണ് പാമീർ റേഞ്ചസ്. ഈ പാമീറിൽ നിന്ന് ഒരുപാട് മലനിരകൾ പല രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട്. അപ്പൊ പാമീറിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന മലനിര ഏതാണെന്ന് ചോദിച്ചാൽ അത് കാരക്കോറമാണ്. നമ്മുടെ കാരക്കോറം റേഞ്ചസ് വരുന്ന എങ്ങോട്ടാണ്? പാമീറിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നതാണ് കാരക്കോറം എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പാമീറിൽ നിന്ന് ചൈനയിലേക്ക് 2 നിരകൾ പോകുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ടിയാൻഷൻ എന്ന് പറയുന്ന നിര വരുന്നുണ്ട്. ഏതാണ്? ടിയാൻഷൻ എന്ന് പറയുന്ന ഒരു നിര ചൈനയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയിലേക്ക് കുൻലുൻ എന്ന് പറയുന്ന മറ്റൊരു നിര പോകുന്നുണ്ട്. അതാണ് കുൻലുൻ എന്ന് പറയുന്ന മറ്റൊരു നിര എങ്ങോട്ട് പോകുന്നുണ്ട്? ചൈനയിലേക്ക്. ഇത് രണ്ടും ചൈനയിലേക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു റേഞ്ചസ് പോകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു റേഞ്ച് പോകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്ന മലനിരകൾ നമ്മൾ പറയുന്ന പേരാണ് ഹിന്ദുക്കുഷ്. എന്താണ്? ഹിന്ദുക്കുഷ് മലനിരകൾ എങ്ങോട്ടാണ് പോകുന്നത്? അഫ്ഗാനിസ്ഥാനിലോട്ടാണ് പോകുന്നത്. പിന്നെ പാകിസ്ഥാനിലോട്ട് പോകുന്നുണ്ട്. പാകിസ്ഥാനിൽ സുലൈമാൻ കേട്ടോ. പാകിസ്ഥാനില് സുലൈമാൻ റേഞ്ചസ് പോകുന്നത് എങ്ങോട്ടാണ്? പാകിസ്ഥാനിലേക്കാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ പാമീർ നിര എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം വന്ന് ചേരുന്ന സ്ഥലമാണ് പാമീർ. അതുകൊണ്ടാണ് ഇതിനെ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ലൊക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ സെൻട്രൽ ഏഷ്യ, മധ്യേഷ്യ എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പാമീറിന്റെ ലൊക്കേഷൻ എവിടെയാണ്? മധ്യേഷ്യ എന്നാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീറാണ്. ഈ പാമീറിന്റെ കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ലൊക്കേഷൻ ചോദിച്ചാൽ മധ്യേഷ്യ എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കാരക്കോറം മലനിരകളുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാരക്കോറം മലനിരകളുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ശരി ഉത്തരം മൗണ്ട് കെ2 ആണ് അല്ലെ. മൗണ്ട് കെ2 ആണ്. കാരക്കോറത്തിലെ ഏറ്റവും ഉയരം കൂടിയത് ഏതാണെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് കെ2 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ മൗണ്ട് കെ2 തന്നെയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് കൂടെ പറയുന്നത് കേട്ടോ. എന്താണ്? മൗണ്ട് കെ2നെയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. എന്താണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നാണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ. ഓക്കെ, മൗണ്ട് കെ2 തന്നെയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നൂടെ അറിയുന്നത്. അതുപോലെ തന്നെ ഹിമാലയ പർവ്വതനിരയുടെ ഭാഗമായി കാണപ്പെടുന്നത് കാരക്കോറത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹിമാലയ പർവ്വതനിരയുടെ ഭാഗമായി കണക്കാക്കുന്ന കാരക്കോറത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മൗണ്ട് കെ2 ഉള്ളത്. അപ്പൊ മൗണ്ട് കെ2 എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കാരക്കോറത്തിലാണ് മൗണ്ട് കെ2 ഉള്ളത് എന്നറിഞ്ഞിരിക്കുക. ഈ മൗണ്ട് കെ2ന്റെ ഉയരം എത്രയാണെന്ന് അറിയാമോ? മൗണ്ട് കെ2ന്റെ ഉയരം 8611 മീറ്റർ ആണ് നമ്മുടെ മൗണ്ട് കെ2ന്റെ ഉയരം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മൗണ്ട് കെ2നെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ മലനിര ഏതെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് കെ2 ആണ്. എന്നാൽ പൂർണ്ണമായി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ മലനിര ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗയുടെ ഉയരം 8586. ഓക്കെ, 8586 ആണ് കാഞ്ചൻജംഗയുടെ ഉയരം. അടുത്ത ചോദ്യം അത് തന്നെയാണ്. കാഞ്ചൻജംഗയുടെ ഉയരം എത്രയെന്നാണ് നമ്മുടെ എത്രാമത്തെ ചോദ്യം? 4ാമത്തെ ചോദ്യം. കാഞ്ചൻജംഗയുടെ ഉയരം എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8586 മീറ്റർ അല്ലെ. 8586 മീറ്റർ ആണ് നമ്മുടെ കാഞ്ചൻജംഗയുടെ ഉയരം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കുറച്ച് മലനിരകളുടെ ഉയരം കൂടി നോക്കിയാലോ. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എത്രയാണെന്ന് അറിയാമോ? മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം
അത് 8848.86 മീറ്റർ ആണ്. 8848.86 മീറ്റർ ആണ് മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം. അടുത്ത് വരുന്നത് ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് K2. മൗണ്ട് K2വിന്റെ ഉയരം എത്രയാണ് നമ്മൾ പറഞ്ഞു? 8611 മീറ്റർ ആണ് അല്ലെ. 8611 മീറ്റർ ആണ് മൗണ്ട് K2വിന്റെ ഉയരം. അതിനുശേഷം വരുന്നതാണ് കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ നമ്മുടെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത് കാഞ്ചൻജംഗ. 8586 മീറ്റർ ആണ് കാഞ്ചൻജംഗയുടെ ഉയരം. അതിനുശേഷം വരുന്നതാണ് നംഗപർവ്വതം. നംഗപർവ്വതം നമ്മുടെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയതാണ് നംഗപർവ്വതം. അതിന്റെ ഉയരമാണ് 8126 മീറ്റർ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നതാണ് നന്ദാദേവി. എന്താണ്? നന്ദാദേവി. ഈ നന്ദാദേവിയുടെ ഉയരം എത്രയാണ്? 7816 മീറ്റർ ആണ് നന്ദാദേവിയുടെ ഉയരം. അപ്പൊ ഇത്രയും മലനിരകളും അവയുടെ ഉയരവും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൗണ്ട് K2വിന്റെ ഉയരം എത്രയാണ്? മൗണ്ട് K2വിന്റെ ഉയരം എത്രയെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. മൗണ്ട് K2വിന്റെ ഉയരം എത്രയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൗണ്ട് K2വിന്റെ ഉയരം അത് 8611 മീറ്റർ ആണെന്ന് പറഞ്ഞല്ലേ. അതുപോലെ തന്നെ താഴെ പറയുന്നവയിൽ ഏതാണ് സിയാച്ചിൻ വഴി ഒഴുകുന്നത്? സിയാച്ചിൻ വഴി ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. ന്യൂബ്രയാണ് കേട്ടോ. അപ്പോൾ സിയാച്ചിൻ വഴി ഒഴുകുന്ന നദി ഏതാണ്? ന്യൂബ്രയാണ്. ഓക്കെ, അപ്പൊ ന്യൂബ്രയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ലഡാക്ക് താഴ്വരയിൽ കൂടി ഒഴുകുന്ന നദിയാണ് എന്ത്? നമ്മുടെ ന്യൂബ്ര നദി. അപ്പോൾ ലഡാക്ക് താഴ്വരയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ന്യൂബ്ര നദി എന്നറിയാം. ഈ ന്യൂബ്ര നദി എന്ന് പറയുന്ന സിന്ധു നദിയുടെ ഭാഗമാണ്. സിന്ധു നദിയുടെ ഭാഗമാണ് ന്യൂബ്ര നദി. സിന്ധു നദിയുടെ ഭാഗമായിട്ടുള്ള ഷ്യോക്ക് എന്ന് പറയുന്ന നദിയുടെ കൈവഴിയാണ് ന്യൂബ്ര നദി. കറക്റ്റ് പറഞ്ഞാൽ സിന്ധു നദിയുടെ ഭാഗമായിട്ടുള്ള ഷ്യോക്ക്, കണ്ടോ, ഷ്യോക്ക് എന്ന് പറയുന്ന ഈ ഒരു നദിയുടെ കൈവഴിയാണ് എന്തെന്ന് പറയുന്നത്? ന്യൂബ്ര നദി. സിന്ധു നദിയുടെ ഭാഗമായിട്ടുള്ള ഷ്യോക്ക് നദിയുടെ കൈവഴിയാണ് നമ്മുടെ ന്യൂബ്ര നദി എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ ഹിമാനി ആയിട്ടുള്ള സിയാച്ചിൻ ഹിമാനി എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ന്യൂബ്ര നദി ഉത്ഭവിക്കുന്നത്. അപ്പൊ ലോകത്തിന്റെ ഏറ്റവും ദൈർഘ്യമുള്ള രണ്ടാമത്തെ ഹിമാനി എന്ന് ചോദിച്ചാൽ അത് സിയാച്ചിൻ ആണ്. ഈ സിയാച്ചിനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ന്യൂബ്ര നദി ഉത്ഭവിക്കുന്നത് എന്നൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ട്രാൻസ് ഹിമാലയം രൂപപ്പെടുന്നത് ഈ പറയുന്നവയിൽ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ ട്രാൻസ് ഹിമാലയത്തിനകത്ത് എന്തൊക്കെ വരുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കാരക്കോറവും സസ്കറും ലഡാക്കും ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. കാരക്കോറം, സസ്കർ, ലഡാക്ക് ഇത് മൂന്നും ഇന്ത്യക്കകത്ത് വരുന്നതാണ്. വേറെ രണ്ട് സാധനം കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ കാരക്കോറം, സസ്കർ, ലഡാക്ക് നമുക്ക് പഠിച്ചാൽ മതി. പക്ഷെ കാരക്കോറവും ലഡാക്ക്, സസ്കർ അതുപോലെ തന്നെ വേറെ രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? മറ്റൊന്ന് പറയുന്നത് കൈലാസം. നമുക്കറിയാം കൈലാസം നമ്മുടെ ശിവന്റെ വാസസ്ഥലം കൈലാസമാണ് അല്ലെ. ടിബറ്റിലാണ് ഈ കൈലാസം ഉള്ളത്. അപ്പോ കാരക്കോറം, സസ്കർ, ലഡാക്ക്, കൈലാസം അതുപോലെ തന്നെ ഹിന്ദുക്കുഷ്. ഓക്കെ, ഹിന്ദുക്കുഷ് ഈ 5 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയൻ മലനിരകൾ എന്ന് പറയുന്നത്. അപ്പൊ കാരക്കോറവും, സസ്കർ, ലഡാക്ക് അതുപോലെ തന്നെ കൈലാസം, ഹിന്ദുക്കുഷ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ട്രാൻസ് ഹിമാലയൻ നിരകൾ എന്ന് പറയുന്നത്. നമ്മുടെ മൗണ്ട് K2 ഇല്ലേ, മൗണ്ട് K2 വരുന്ന ഏതിലാണ്? മൗണ്ട് K2 കാരക്കോറം മലനിരകളിലാണ് നമ്മുടെ മൗണ്ട് K2 വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൈലാസത്തിന്റെ ലൊക്കേഷൻ ശ്രദ്ധിക്കുക, ടിബറ്റിലാണ്. അടുത്ത താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന എഴുതാനാണ്. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണെന്ന് പറയുന്നുണ്ട്. അത് തെറ്റല്ലേ? പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് കാഞ്ചൻജംഗയാണ് അല്ലെ. കാഞ്ചൻജംഗയാണ് പൂർണ്ണമായി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. 85-86 അല്ലെ. 85-86 ആണ് കാഞ്ചൻജംഗയുടെ ഉയരം എന്ന് പറയുന്നത്. എന്നാൽ പൂർണ്ണമായി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി നന്ദാദേവിയാണ്. പൂർണ്ണമായി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? അത് നന്ദാദേവിയാണ്. ശരി ഉത്തരമാണ്. നന്ദാദേവിയുടെ ഉയരം എത്രയാണ്? 16 മീറ്റർ ആണ് നന്ദാദേവിയുടെ ഉയരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭൂപ്രകൃതിയെ എത്രയായി തരംതിരിക്കുന്നു? അപ്പൊ ഇന്ത്യൻ ഭൂപ്രകൃതിയെ നമ്മൾ പ്രധാനമായും എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? പ്രധാനമായിട്ടും 6 ആയിട്ടാണ് ഇന്ത്യൻ ഭൂപ്രകൃതിയെ തരംതിരിക്കുന്നത്. ഏതൊക്കെയാണ് 6 തരംതിരിവ്? ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഉത്തര പർവ്വത മേഖല. എന്താണ്? ഉത്തര പർവ്വത മേഖല. ഉത്തര പർവ്വത മേഖല. രണ്ടെന്ന് പറയുന്നത് എന്താണ്? ഉത്തര മഹാസമതലം. രണ്ടെന്ന് പറയുന്നത് ഉത്തര മഹാസമതലം. മൂന്നെന്ന് പറയുന്നത് എന്താണ്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമി. നാലെന്ന് പറയുന്നത് തീരദേശങ്ങൾ. അഞ്ചെന്ന് എന്താണ്? ദ്വീപുകളാണ്. ദ്വീപുകളാണ് 5. 6 എന്ന് പറയുന്നത് എന്താണ്? മരുഭൂമികൾ.
മരുഭൂമികൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പൊതുവെ നമ്മൾ അത്രയായിട്ടാണ് 6 നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതിയെ തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? 1 ഉത്തരപർവ്വത മേഖല, 2 ഉപദ്വീപീയ പീഠഭൂമി എന്നുണ്ട്, 3 എന്ന് പറയുന്നത് എന്താണ്? ഉത്തര മഹാസമുദ്രമുണ്ട്, തീരപ്രദേശമുണ്ട്, ദ്വീപുകളുണ്ട്, മരുഭൂമികളുണ്ട്. അങ്ങനെ പൊതുവെ 6 എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ഭൂപ്രകൃതിയെ തരംതിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. ഒന്നാമത്തെ പ്രസ്താവന നോക്കിയേ, ട്രാൻസ് നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരയാണ് കാരക്കോറം. ശരിയല്ലേ? ട്രാൻസ് ഹിമാലയത്തിനകത്താണ് കാരക്കോറം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ദിരാകോൾ എന്ന് പറയുന്നത് കാരക്കോറം മലനിരയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ് കേട്ടോ. അപ്പൊ ഇന്ദിരാകോൾ നമ്മുടെ സിയാച്ചിൻ എന്ന് പറയുന്നത് കാരക്കോറത്തിൽ തന്നെയാണ്. അപ്പോൾ സിയാച്ചിനിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ ഇന്ദിരാകോൾ എന്ന് പറയുന്നത്. ഇന്ദിരാകോളിനെ തന്നെയാണ് ഇന്ത്യയുടെയും ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഭാഗം എന്ന് ചോദിച്ചാൽ ഇന്ദിരാകോളാണ്. ഈ ഇന്ദിരാകോൾ എവിടെയാണ്? സിയാച്ചിനിലാണ്. ഈ സിയാച്ചിൻ എവിടെയാണ്? കാരക്കോറത്തിലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കാരക്കോറത്തിൽ തന്നെയാണ് കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പൊ കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിട്ടുള്ള പർവ്വതനിര എന്ന് വെച്ചാൽ അതും കാരക്കോറം തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ തരംതിരിക്കുക. അപ്പൊ പുരാതന കാലം മുതൽ തന്നെ വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഇന്ത്യയെ സംരക്ഷിച്ചത് ആരാണ്? ഉത്തരപർവ്വത മേഖലയാണ്. ശരിയാണ് അല്ലെ? നമുക്കറിയാം കാശ്മീരിന്റെ ഭാഗം ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നതാണ് കാശ്മീർ. നമ്മുടെ ഇവിടെയാണ്, ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഉത്തര പർവ്വത മേഖലയൊക്കെ വരുന്ന ഏകദേശം ഈ ഒരു ഭാഗത്താണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? പുരാതന കാലം മുതൽ തന്നെ ഇന്ത്യക്ക് ഒരു ഗേറ്റ് പോലെ, അല്ലെങ്കിൽ ഇന്ത്യക്ക് വലിയൊരു മതിൽ പോലെ ഇന്ത്യയെ സംരക്ഷിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് ആര് തന്നെയാണ്? ഉത്തരപർവ്വത മേഖലയാണ്. അടുത്ത ചോദ്യം, അടുത്ത പോയിന്റ് എന്താണ്? മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യ്ക്കുന്നതും ആരാണ്? ഉത്തരപർവ്വത മേഖലയാണ്. ശരിയാണ്. മൺസൂൺ കാറ്റുകൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യ്ക്കുന്നത് ആര് തന്നെയാണ്? ഉത്തരപർവ്വത മേഖല തന്നെയാണ്. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ച്, ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട കാറ്റ്, നമ്മുടെ സൈബീരിയ എന്നൊക്കെയാണ് വടക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സൈബീരിയ എന്നൊക്കെ വീശുന്ന വടക്ക് ശീതക്കാറ്റ് എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ കടക്കാതെ തടഞ്ഞു നിർത്തുന്നത് ആര് തന്നെയാണ്? ഉത്തരപർവ്വത മേഖല തന്നെയാണ്. ശരി ഉത്തരമാണ്. അപ്പൊ പുരാതന കാലം മുതൽ തന്നെ വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങൾ തടയുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ മൺസൂൺ കാറ്റുകൾ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ മഴ പെയ്യുന്നു. ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട കാറ്റിന് ഇന്ത്യയിലേക്ക് കടക്കാതെ ചേർക്കുന്നു. ഇതെല്ലാം ആരാണ്? ഉത്തരപർവ്വത മേഖല തന്നെയാണ്. ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം എത്രയെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം എത്രയാണ്? അത് 6000 മീറ്റർ ആണ് കേട്ടോ. ഓപ്ഷൻ എ എഴുതിയവർക്കാണ് ശരി ഉത്തരം വരുന്നത്. ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം എത്രയാണ്? 6000 മീറ്റർ ആണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ട്രാൻസ് ഹിമാലയത്തിന്റെ ഉയരം. അടുത്ത പോയിന്റിലേക്ക് കടക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. ഒന്നാമത്തെ പ്രസ്താവന വായിച്ച്, ധ്രുവപ്രദേശങ്ങളിലല്ലാതെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹിമാനികൾ കാണപ്പെടുന്ന മേഖലയാണ് കാരക്കോറം. ശരിയാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം ധ്രുവങ്ങൾ, അതിൽ ഉത്തര ധ്രുവവും ഉണ്ട്, ദക്ഷിണ ധ്രുവവും ഉണ്ട് അല്ലെ, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ഈ 2 പോളുകൾ അല്ലാതെ ഏറ്റവും കൂടുതൽ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്ലേഷ്യർ അല്ലെങ്കിൽ ഹിമാനി കാണപ്പെടുന്ന മേഖല എന്ന് വെച്ചാൽ അത് നമ്മുടെ ഇന്ത്യക്കകത്തുള്ള കാരക്കോറം റേഞ്ചസ് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ സിയാച്ചിൻ മലനിരകളുള്ളത്, അല്ലെങ്കിൽ സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്തിൽ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനി എന്ന് വെച്ചാൽ അത് ഏതാണ്? സിയാച്ചിൻ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനി എന്ന് വെച്ചാൽ സിയാച്ചിൻ തന്നെയാണ്. അതുപോലെ തന്നെ സിയാച്ചിൻ ഹിമാനിയുടെ വടക്കേ അറ്റത്താണ് ഇന്ദിരാകോൾ. ഇത് ശരിയാണല്ലേ? കാര്യം എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സിയാച്ചിൻ ഹിമാനിയുടെ വടക്കേ അറ്റത്താണ് ഇന്ദിരാകോൾ ഉള്ളത്. അപ്പോൾ ധ്രുവപ്രദേശങ്ങളല്ലാതെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹിമാനികളുള്ള മേഖലയാണ് കാരക്കോറം. സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്തിലാണ്. ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനി സിയാച്ചിൻ ആണ്. ശരിയാണ്. സിയാച്ചിൻ ഹിമാനിയുടെ വടക്കേ അറ്റത്താണ് ഇന്ദിരാകോൾ. ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ പ്രസ്താവന എന്ന് വായിച്ച്, സിയാച്ചിൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം റോസാ പുഷ്പങ്ങൾ സുലഭം അല്ലെങ്കിൽ പ്ലെന്റി ഓഫ് റോസസ്. ശരിയാണോ? ശരിയാണ്. സിയാച്ചിൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റോസാ പുഷ്പങ്ങൾ സുലഭം അല്ലെങ്കിൽ പ്ലെന്റി ഓഫ് റോസസ് എന്നത് തന്നെയാണ്. ലോകത്തിന്റെ 3ാം ധ്രുവം എന്നറിയപ്പെടുന്ന സിയാച്ചിൻ ആണ്. ശരിയാണോ? ശരിയാണ് അല്ലെ. അപ്പൊ ലോകത്തിന്റെ 3ാം ധ്രുവം എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? സിയാച്ചിൻ തന്നെയാണ്. അടുത്ത പോയിന്റ് എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സിയാച്ചിൻ ആണ്. ശരിയാണ്. ലോകത്തിന്റെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സിയാച്ചിൻ തന്നെയാണ്. 3 പോയിന്റും ശരിയാണ്. അപ്പോൾ സിയാച്ചിന്റെ 3 പോയിന്റ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? റോസാ പുഷ്പങ്ങൾ സുലഭം എന്നാണ് വാക്കിന്റെ അർത്ഥം. ലോകത്തിന്റെ 3ാം ധ്രുവം, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏത് തന്നെയാണ്? സിയാച്ചിൻ തന്നെയാണ്. അടുത്ത പോയിന്റിലേക്ക് കടക്കാം. നമ്മുടെ 15ാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്താനാണ്. ട്രാൻസ് ഹിമാലയത്തിലെ 2ാമത്തെ നിരയാണ് ലഡാക്ക് എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാണ് അല്ലെ. കാരക്കോറം, ലഡാക്ക്, സസ്കർ, അങ്ങനെ 3 ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ് ഹിമാലയത്തിനെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. അതിൽ രണ്ടാമത്തെയാണ് നമ്മുടെ ലഡാക്ക് എന്ന് പറയുന്നത്. ശരി ഉത്തരം തന്നെയാണ്. ട്രാൻസ് ഹിമാലയത്തിലെ 2ാമത്തെ നിരയാണ് ലഡാക്ക്. ചുരങ്ങളുടെ നാട് അല്ലെങ്കിൽ ലാൻഡ് ഓഫ് പാസസ് എന്നറിയപ്പെടുന്ന ലഡാക്കാണ്. ശരിയാണോ?
ശരിയാണ് അല്ലെ. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ലഡാക്കിനെ തന്നെയാണ്. അടുത്ത, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക് എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത് തന്നെയാണ്? ശരിയാണ്. ഇത് മൂന്നും എന്താണ്? ശരി ഉത്തരം തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് 15 ഉത്തര മഹാസമതലവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള, ഉത്തര പർവ്വത മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 15 പ്രധാനപ്പെട്ട പോയിന്റുകളും ഒരുപാട് റിലേറ്റഡ് ഫാക്റ്റുകളുമാണ്. അപ്പൊ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിനും 10th ലെവലിനൊക്കെ ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ക്ലാസ്സുകളും പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയൊക്കെ നമുക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.